എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസഫലമാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസഫലത്തിൽ കുംഭൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങമാസത്തെ കുംഭൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 6-ലും 2-ൽ ശനിയും 7-ൽ ആദിത്യനും കേതുവും 7-ലും 8-ലുമായിട്ട് ശുക്രനും ജന്മത്തിൽ രാഹുവൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമെന്ന് പറയാമെന്നുണ്ടെങ്കിലും ദോഷഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു മാസമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 6-ൽ നിൽക്കുന്നത് മൂലം ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കാര്യതടസ്സങ്ങളുണ്ടാവും. എല്ലാ കാര്യത്തിലും ആദ്യം തടസ്സങ്ങൾ നേരിടുകയും പിന്നീട് കർമ്മരംഗത്ത് അല്ല ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ തടസ്സങ്ങളൊക്കെ ദൂരീകരിച്ച് എടുക്കേണ്ടതായിട്ടും വരുന്ന ഒരു കാലയളവാണ്. ദാമ്പത്യപരമായിട്ട് ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ദമ്പതിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. കലാരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ചില അപകീർത്തികളൊക്കെ വന്ന് കേൾക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഉണ്ട്. എങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾ, ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ടെങ്കിലും മനക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറച്ച് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാശിക്കാർ പ്രത്യേകിച്ച്, അതായത് കുംഭൻ രാശിക്കാർ വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.